അപ്പോൾ ഞങ്ങൾ ചതിക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ. ഞാൻ ഒരിക്കലും നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നീതികേട് കാണിക്കില്ല. നമ്മുടെ ഐഡന്റിറ്റിക്ക് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ ആവണം ആദ്യം അംഗീകാരം കിട്ടേണ്ടത്. അതിനുവേണ്ടിയാവും എൻ്റെ ഓരോ ശ്രമവും. അപ്പു ചതിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വാ പോവാം. യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിർദ്ദേശിച്ച പോലീസ് എൻക്വയറിയിൽ ഹരിപ്രിയ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥയുടെ കണ്ടെത്തലുകൾ 100% ശരിയാണെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുന്നതാണ്. ഒരു പൗരന് നിയമം അനുശാസിക്കുന്ന മനുഷ്യാവകാശത്തിന്റെ നഗ്നമായ ലംഘനമാണ് കുറ്റാരോപിതനായ ഈ മനുഷ്യൻ നടത്തിയിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മകളെ ഒരു പിതാവെന്ന നിലയിൽ സംരക്ഷിക്കുകയും അതിനനുവദിക്കുകയും ചെയ്യുന്നതിനു പകരം അത്യന്തം നിന്ദ്യവും നീചവുമായ രീതിയിൽ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാൻ വഴങ്ങാതിരുന്ന സ്വന്തം മകളെ പല ആവർത്തി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ നിരവധി തെളിവുകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. യുവർ ഓണർ, അന്വേഷണ ഉദ്യോഗസ്ഥ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു അധ്യാപകനാണ് ഇത്തരം നിന്ദ്യവും ക്രൂരവുമായ രീതിയിൽ സ്വന്തം മകളോടും ഭാര്യയോടും പെരുമാറിയതെന്നുകൂടി കോടതി അതീവ ഗൗരവത്തോടെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ചെയ്തുകൂട്ടിയ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടാനും ദുരഭിമാനത്തിന്റെയും അന്ധമായ മിഥ്യാബോധത്തിന്റെയും നിഴലിൽ നിന്നുകൊണ്ട് ചെയ്തതൊക്കെ 10 മടങ്ങ് ശക്തിയോടെ ആവർത്തിക്കാനും വേണ്ടിയാണ് ഈ നിൽക്കുന്ന കുറ്റാരോപിതനെ ഒരു മനോരോഗിയായി ചിത്രീകരിച്ച് കോടതിയുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഡിഫൻസ് ലോയർ ശ്രമിക്കുന്നത്. ഇത്തരം വേഷം കെട്ടലുകൾ ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള സൂത്രപ്പണിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി തിരിച്ചറിയണമെന്നും കോടതിക്ക് മുമ്പിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. യെസ്, ഡിഫൻസിന് നേരത്തെ ബോധിപ്പിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും കോടതിയെ അറിയിക്കാനുണ്ടോ? താങ്ക് യു, യുവർ ഓണർ. എൻ്റെ കക്ഷി ദുരഭിമാനിയായ പിതാവാണെന്നും മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നും അധ്യാപകനായ എൻ്റെ കക്ഷി സമൂഹത്തിന് മോശ സന്ദേശമാണ് നൽകുന്നെന്നുള്ള പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ അത്യന്തം വിചിത്രവും തെറ്റിദ്ധാരണാജനകവും ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്തതുമാണെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ബോധിപ്പിക്കുകയാണ്. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. യെസ്, PW1-ന് എന്താണ് കോടതിയെ അറിയിക്കാനുള്ളത്? ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ VP എന്ന ഞാനും അമ്മയും സ്നേഹത്തോടെ വിളിക്കുന്ന വിജയ് പണിക്കർ എന്ന മനുഷ്യൻ നന്ദകുമാർ സാർ ബോധിപ്പിച്ച പോലെ ഇപ്പോൾ ഒരു മെന്റൽ പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ എൻ്റെ അച്ഛന് നൽകിയ മാനസിക സമ്മർദ്ദം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയ വേദന വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എൻ്റെ അച്ഛനെ കുറ്റക്കാരനായി കാണുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്നെയും കുറ്റക്കാരനായി കാണണമെന്നും എൻ്റെ അച്ഛന് നൽകുന്ന ശിക്ഷ തന്നെ എനിക്ക് നൽകണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ്. യുവർ ഓണർ, ഈ നിൽക്കുന്ന PW1 ഈ കേസിലെ വിക്റ്റിമാണ്. സ്വന്തം പിതാവിൽ നിന്നും താൻ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഈ രീതിയിൽ കോടതിയോട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് ഭാഗം PW1-നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കേണ്ടതാണ്. ഒരിക്കലും ഇല്ല സർ. ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ അറിയിക്കുന്നു. ഇതിലപ്പുറം മറ്റൊന്നും എനിക്ക് കോടതിയെ ബോധിപ്പിക്കാനില്ല. ഭർത്താവിൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കി എൻ്റെ ആൺജീവിതവുമായി പൊരുത്തപ്പെടുത്താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ അമ്മയെക്കുറിച്ചുകൂടി ബഹുമാനപ്പെട്ട കോടതി അനുഭാവപൂർവ്വം ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്. ഇനി എന്തെങ്കിലും? നോ സർ. ഈ കേസിലെ പ്രധാന സാക്ഷിയായ PW1 അപൂർവ വിജയുടെ വാക്കുകൾ കോടതി മുഖവിലേക്കെടുക്കുന്നു. കേസിന്റെ തുടർവാദം അടുത്ത മാസം 26-ന് നടത്താൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ വിജയ് പണിക്കർക്ക് മാനസികമായ ചികിത്സ അടിയന്തരമായി ഉറപ്പാക്കാനും ഈ കോടതി ഇടക്കാല ഉത്തരവിടുന്നു. കോർട്ട് അഡ്ജന്റ്. ഹലോ നന്ദൻ. ഹലോ മാഡം, കോടതി ഇപ്പോൾ പിരിഞ്ഞതേ ഉള്ളൂ. അതാ ഞാൻ വിളിക്കാൻ ലേറ്റ് ആയത്. വിപിയുടെ കാര്യം എന്തായി നന്ദൻ? പേടിക്കണ്ട, VP സേഫാണ്. നമ്മൾ ഭയന്നതുപോലെയല്ല കാര്യങ്ങൾ കോടതിയിൽ നീങ്ങിയത്. അപ്പോൾ പൂർണ്ണമായും VPയെ സപ്പോർട്ട് ചെയ്താണ് കോടതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത്. അതാണ് VPക്ക് രക്ഷയത്. അപ്പൊ ശരിക്കും വിപിക്ക് അനുകൂലമായി മൊഴി കൊടുത്തുന്നോ? നേരാണോ നന്ദൻ? എനിക്കത് വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും വിശ്വസിക്കാം മാഡം. നമ്മൾ ഈ സ്റ്റാർ ഓഫ് ദ ഡേ എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും ഇന്ന് അപ്പു ആയിരുന്നു താരം. വാസ്തവത്തിൽ നമ്മൾ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലാണ് അപ്പു കോടതിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറായത്. അപ്പുവിൻ്റെ ആ തുറന്നു പറച്ചിലാണ് VPയെ വിട്ടയക്കാൻ കോടതിയെ പ്രേരിപ്പിച്ച ഫാക്ടർ. വിപിയെ കോടതി വെറുതെ വിട്ടോ നന്ദൻ? ടെക്നിക്കലി അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ഫലത്തിൽ ഏതാണ്ട് അതുപോലെ തന്നെയാണ് കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. VPക്ക് മാനസികാരോഗ്യ ചികിത്സ നിർബന്ധമായി ലഭ്യമാക്കണമെന്നും ചികിത്സയുടെ പുരോഗതിക്കനുസരിച്ച് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ചികിത്സയുടെ പുരോഗതി കൺസേൺ പോലീസ് ഓഫീസർ കോടതിയെ ധരിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നന്ദൻ, വിപി എവിടെയായിപ്പോ? എന്താ വിപിയുടെ റെസ്പോൺസ്? ആൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് മാഡം. ഉത്തരവ് കേട്ടിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് പണിക്കർ സാർ. അപ്പു എവിടെയാ നന്ദൻ? അപ്പോൾ ആ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കാം മാഡം. ഞാനങ്ങോട്ട് വിളിക്കാൻ പറയാം. വേണ്ട നന്ദൻ, നിങ്ങൾ വിപിയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി. ശരി നന്ദൻ, താങ്ക് യു സോ മച്ച്. സാർ പോവാം. പോണം, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോണം. അപ്പോൾ ഓടി വന്നിട്ട് നമുക്ക് പോവാം. ഇനി അപ്പവും വരണോ? സാറിന് എപ്പോഴും പേടിയാണോ? എന്തിനാ ഭയക്കുന്നത്? ഇനി ആരും സാറിന് ജയിലിൽ അടക്കാനൊന്നും പോകുന്നില്ല, പോരെ? പോലീസ് എന്നാലും പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം നമുക്ക്.
എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. പോകാം. എന്നാ സാർ കാറിലിരിക്കെ. അപ്പു വന്നാലോടെ നമുക്ക് പോയേക്കാം. വാ. ഞാൻ നന്നായി അപ്പു. അപ്പു ഞങ്ങൾ ചതിക്കായിരുന്നല്ലേ? വക്കീല് കാലം മാറിയത് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശ് കണ്ടിട്ടാണെന്ന് കരുതി ഞങ്ങൾ സമ്മാനിച്ചോളാം. പക്ഷെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരാളിൽ നിന്ന് ഞങ്ങൾ ഈ ചതി പ്രതീക്ഷിച്ചില്ല. രാവിലെ ഇവിടെ വെച്ച് കാണുമ്പോഴും അപ്പു ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. സാരമില്ല അഗ്നി, നമ്മളെ ഒറ്റ കൊടുക്കുന്നവർ നമ്മുടെ കൂട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും വിഷം തന്ന് കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടും അപ്പുവിൻ്റെ അച്ഛനെതിരെ കോടതിയിൽ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. എതിരെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തൻ്റെ അച്ഛനായിരുന്നു ശരിയെന്ന് കോടതിയെ ഭംഗിയായി ബോധിപ്പിക്കുകയും ചെയ്തു. ദാ എൻ്റെ അഗ്നിയുടെ മുഖത്ത് നോക്കി നിനക്ക് പറയാമോ അപ്പു, നിന്റെ അച്ഛനായിരുന്നു ശരിയെന്ന്? പറയാൻ പറ്റുമോ നിനക്കങ്ങനെ? നീ നിന്റെ അച്ഛന് വേണ്ടി കോടതിയിൽ പറഞ്ഞ കളവ് കൊണ്ട് അയാളെ നിനക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയേക്കും. പക്ഷെ ആ കളവിലൂടെ നീ ഒറ്റുകൊടുത്തത്, ശിക്ഷിച്ചത് ആയിരക്കണക്കിന് അപ്പന്മാരെയാണ്, രക്ഷയും അഗ്നിയുമാണ്. വേണ്ടിയിരുന്നില്ലപ്പോൾ. നീ ഇത്രയ്ക്ക് സെൽഫിഷ് ആണെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്ന് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റോ കമന്റോ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് സ്വന്തം വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന എത്രയോ പേർക്ക് ആശ്വാസമായേനെ. എല്ലാം നീ ഒരാളായി നശിപ്പിച്ചില്ലേ? എന്താ നിനക്കൊന്നും പറയാനില്ലേ ഞങ്ങളോട്? അത് ചെയ്ത് ശരിയാണെന്ന് ഉറച്ചു നിൽക്കുകയാണോ? മാഡം, ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും നിങ്ങൾക്കിപ്പോൾ കൺവിൻസിംഗ് ആയി തോന്നില്ല എന്ന് എനിക്കറിയാം. ശരിയാണ്, നിങ്ങളുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരനും കുറ്റക്കാരനുമാണ്. പക്ഷേ എനിക്കെൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തണമായിരുന്നു. അച്ഛൻ സുരക്ഷിതനായി വീട്ടിലെത്തുന്നതും പ്രതീക്ഷിച്ച പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അമ്മയോട് നീതി പുലർത്തണമായിരുന്നു. പിന്നെ ഞാനായി മാറുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിച്ചു തന്ന, ഇപ്പോൾ സ്വബോധമില്ലാതെ ഭ്രാന്തിൻ്റെ പക്കോളം എത്തിയ, അല്ലെങ്കിൽ ഭ്രാന്തനെന്ന് തന്നെ പറയാവുന്ന ഒരു മനുഷ്യനോട് അല്പം കരുണ കാണിക്കണമായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് സത്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. മാഡം പറഞ്ഞത് ശരിയാ, ഞാൻ സ്വാർത്ഥതയാ കാണിച്ചത്. പക്ഷെ എനിക്ക് വേണ്ടിയല്ല, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അതിനെനിക്ക് സെൽഫിഷ് ആവേണ്ടി വന്നു. ഐ എം സോറി. അപ്പോൾ നിനക്ക് ശരിയാ, നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ഞങ്ങൾ ഒഴിവാക്കി. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ സ്നേഹിക്കുന്നവർ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? ഇല്ലപ്പോൾ അവരിൽ നിന്ന് തിരിച്ച് നീ ഇതൊരിക്കലും പ്രതീക്ഷിക്കരുത്. നീ ഇപ്പോൾ രക്ഷപ്പെടുത്തിയില്ലേ, തരം കിട്ടിയാൽ അവർ നിന്നെ വീണ്ടും ഉപദ്രവിക്കും, വെറുക്കും. അവസരം ഒത്തു വന്നാൽ നിന്റെ ജീവൻ പോലും എടുക്കാൻ നോക്കി നിൽക്കും. അപ്പോഴും സഹായത്തിന് ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് ഓർത്ത് വെച്ചോളൂ. അവരെന്താ അപ്പുവിനെ വരട്ടിയോ? നമുക്ക് പോവാം സർ. വാ പോവാം. മാഡം, പണിക്കർ സാറിനെ അറസ്റ്റ് ചെയ്യുമെന്നും റിമാൻഡ് പ്രതിയായി ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഭയന്ന് ഞങ്ങളോടൊപ്പം വരാതിരുന്ന ആളല്ലേ? ദേ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മാഡത്തിന്റെ VP ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഒരു പോലീസ് റിപ്പോർട്ടിനും പണിക്കർ സാറിന് മാഡത്തിൽ നിന്ന് തട്ടിയകറ്റാൻ പറ്റില്ല. താങ്ക്സ് നന്ദൻ. ചെയ്തെന്ന ഉപകാരത്തിനോട് നന്ദനോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. നോ നോ നോ, ഈ കേസിൽ കോടതിയിൽ ജസ്റ്റ് ഒന്ന് അപ്പിയർ ചെയ്തു എന്നല്ലാതെ ഈ ജയത്തിൽ മാഡം കരുതുന്ന പോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ആൻഡ് ദ എൻറ്റയർ ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ അപ്പു.
നന്ദി പ്രകടനം നടത്തിയാലേ മാഡത്തിന് സമാധാനമാവൂ എന്നുണ്ടെങ്കിൽ മടിക്കണ്ട. എനിക്കായി കരുതിയ നന്ദിയും നല്ല വാക്കുകളും ഒക്കെ ദേ അങ്ങോട്ടായിക്കോളും. മറന്നില്ലല്ലോ നീ നിന്റെ അച്ഛനെ. സന്തോഷായി VP എനിക്ക് തിരിച്ചു തന്നതിന്. തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് എനിക്ക് നിന്നോട്. പണിക്കർ സാർ എന്താ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞത്? അതില് സാർ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. നന്ദി സ്നേഹമൊന്നും VP സാറിന്റെ നിഘണ്ടുവിലുള്ള വാക്കുകളല്ല. വിചാരിച്ചതുപോലെ കേസിൽ നിന്ന് സ്വന്തം തടി രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ആരെയും മൈൻഡ് ചെയ്യാതെ സ്വന്തം സാമ്രാജ്യത്തിൽ ആറാടി നടക്കാമല്ലോ. അപ്പോ ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മേ തെറ്റ്? മനോരോഗി ആയതുകൊണ്ടാണ് എന്നൊരു എക്സ്ക്യൂസ് വേണമെങ്കിൽ അമ്മ പറയുമായിരിക്കും. പക്ഷെ എത്ര മാനസിക രോഗി ആയാലും കോടതിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഇതായിരുന്നില്ലല്ലോ അവസ്ഥ. തന്നെ കോടതി ശിക്ഷിക്കോ ജയിലിലടയ്ക്കോ എന്നുള്ള പേടിയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ രക്ഷപ്പെട്ട് തിരിച്ചെത്തിയപ്പോ രക്ഷിച്ചവരോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ സ്വന്തം കാര്യം നോക്കി അകത്തേക്ക് കയറിപ്പോയത്? എന്നോട് നന്ദി പറയണമെന്ന് ഞാൻ പറയില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ നന്ദൻ സാറിനോടൊരു നന്ദി വാക്കെങ്കിലും പറയാനുള്ള മര്യാദ VP എന്ന മഹാന് കാണിക്കാമായിരുന്നു. പോട്ടെ അപ്പു, പണിക്കർ സാറിനേക്കാളും കഷ്ടമാണല്ലോ തൻ്റെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ എൻ്റെ റോൾ എത്ര ചെറുതായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പണിക്കർ സാറിന് അനുകൂലമായി നേടിയ ഈ ഇടക്കാല ഉത്തരവിൻ്റെ ക്രെഡിറ്റ് ഞാൻ അവകാശപ്പെടുന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വിജയം മുഴുവൻ അപ്പുവിന് അവകാശപ്പെട്ടതാ. ഇൻഫാക്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കാനായത് അപ്പുവിൻ്റെ മാത്രം മിടുക്കൊണ്ട. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ താൻ തൻ്റെ കടമയാണ് ചെയ്തത്. അതിന് ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. വക്കീലേ, ഇന്നത്തെ നിങ്ങളുടെ കോടതിയിലെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളുടെ മിടുക്കൊണ്ടാ കോടതി എന്നെ വെറുതെ വിട്ടത്. ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. എത്ര നിങ്ങളുടെ പ്രതിഫലം? അത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാം. തുകയോ പേരോ ഞാൻ എഴുതിയിട്ടില്ല, സൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ പ്രതിഫലം എത്രയാണെങ്കിലും നിങ്ങൾക്കത് എഴുതിയെടുക്കാം. എത്ര കൂടിയാലും എനിക്കൊരു എതിർപ്പുമില്ല. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി അത്ര വലിയ കാര്യമാണ് ചെയ്തത്. പ്ലീസ് ഇത് വാങ്ങും. ശരി, സാർ എനിക്ക് ആദ്യമായി തരുന്ന പ്രതിഫലമല്ലേ. ഇനി ഞാനായിട്ടത് വാങ്ങിയില്ലെന്നുള്ള സങ്കടം സാറിന് വേണ്ട. താങ്ക് യു സാർ. വെൽക്കം. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു തുക എനിക്ക് ചെക്കിൽ എഴുതിയെടുക്കാമല്ലോ അല്ലേ? ഷുവർ, ബൈ ഓൾ മീൻസ്. നിങ്ങൾ എത്ര എഴുതിയെടുത്താലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ തമ്മിലൊരു ഡീൽ സെറ്റിൽ ആയല്ലോ. എനിക്ക് പോകാലോ? ഓക്കെ, സാർ പോയിക്കോളൂ. ഓക്കെ ജെന്റിൽമാൻ, സി യു. ശരി സാർ. ഹലോ, ഇപ്പൊ തന്നെ സങ്കടം മാറിയില്ലേ? അർഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലല്ലേ എൻ്റെ ക്ലയൻറ്റ് എന്നെ ട്രീറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തൊരു നന്ദി വാക്കിന് പകരം ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് കൊണ്ടാണ് VP എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. പോരെ? ആ ചെക്ക് ശരിക്കും നന്ദൻ അവകാശപ്പെട്ടതാണ്.